ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഏക്കറോളം സൂര്യകാന്തി പൂക്കൾ അങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്ന ഒരു സൂര്യകാന്തി പാടത്തിലാണ്. ഇത് തമിഴ്നാട്ടിലോ കർണാടകയിലോ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലൊന്നുമല്ല, നമ്മുടെ സ്വന്തം ജില്ലയായ കൊല്ലം ജില്ലയിലാണ് ഈ സൂര്യകാന്തി പാടം എന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അനിൽ, മനു എന്നീ രണ്ട് സുഹൃത്തുക്കളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇങ്ങനെയൊരു നയനമനോഹര ദൃശ്യം ഇന്ന് നമ്മൾക്ക് മുന്നിൽ വന്നു ചേർന്നത്. അതിൽ അനിൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കല്ലടയുടെ സ്വന്തം അഭിമാനമായ അനിലേട്ടനാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊട്ടാരക്കയിൽ നിന്ന് അടൂരേക്ക് പോകുന്ന റൂട്ടിൽ കുളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഏനാത്ത് പാലം എത്തുന്നതിന് മുൻപേ ഇടത് സൈഡിലാണ് ഈ സൂര്യകാന്തി പാടമുള്ളത്. ഈ സൂര്യകാന്തി പാടത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ നമുക്ക് അനിലേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കൊട്ടാരക്കരയിൽ സൂര്യകാന്തി പാടം വന്ന അപ്പോൾ ഈ കൃഷി ചെയ്ത് ഞങ്ങളുടെ നാട്ടുകാരനായ അനിയങ്കളാണ്. അങ്കിളിനെ പറയാനുള്ളത് സൂര്യകാന്തി പാടം എല്ലാം ചെയ്യാൻ എന്തുവാ കാരണം? നമ്മളിവിടെ പച്ചക്കറി കൃഷിയാണ്. ഏതാണ്ട് 2 വർഷക്കാലമായി പച്ചക്കറി കൃഷി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് സംഭവം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ചേഞ്ച് വരുത്തണം. അതായത് മണ്ണിൽ പച്ചക്കറി കൃഷി സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു കീടരോഗ ബാധ ഉണ്ടാവും. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് ഈൽഡ് കുറയും. അപ്പോൾ അതിനെ അകറ്റാൻ വേണ്ടി, മണ്ണ് ക്ലിയർ ആക്കാൻ വേണ്ടി ഏതെങ്കിലും പൂക്കൃഷി ചെയ്യുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. എല്ലാവരും ചെയ്യാറുള്ളത്. അത് ഒന്നിന് ബന്ദി ആവാം, അല്ലെങ്കിൽ സൂര്യകാന്തി. നമ്മൾ സൂര്യകാന്തി തിരഞ്ഞെടുത്തു. അപ്പം സൂര്യകാന്തി തിരഞ്ഞെടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആൾക്കാർ ഇതുപോലെ കാണാൻ വരിക, അവർ കാണുമ്പോൾ സന്തോഷം വരിക. കാരണം നമ്മളിത് കാണാനായിട്ട് സുന്ദരവാണ്ടി വരത്തൂരെ പോയതിൻ്റെ കഷ്ടപ്പാട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെങ്കിലും വന്ന് നല്ലൊരു കാഴ്ച കാണത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മളത് ചെയ്തിരുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. ഇപ്രാവശ്യം അത് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി, വിജയിച്ചു. എല്ലാവരും വന്ന് പറയുന്നത് കൊള്ളാം എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരുടെയും കൊള്ളാമെന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളിപ്പം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒരു പച്ചക്കറി ഇപ്പം തന്നെ ഈ വരുന്ന ആഴ്ചകളിൽ പച്ചക്കറി കൃഷി തുടങ്ങും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഓണക്കാല സമയത്ത് കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇതൊന്ന് കാണിക്കാൻ ഏതെങ്കിലും സ്കൂളുകൾ തയ്യാറാകണം. കാരണം കുട്ടികൾ സ്കൂളിൽ മാത്രം പഠിച്ചാൽ പോരാ, പച്ചക്കറി കൃഷി എന്താണെന്ന് ഫീൽഡിൽ വന്ന് പഠിക്കണം. എങ്കിലും നമുക്ക് പച്ചക്കറി എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് വരുന്ന കാലത്ത് നമ്മൾ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളൂ കൃഷിക്ക്. പുതിയ തലമുറ ആരും വരുന്നില്ല. എല്ലാവരും പുറം രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. അപ്പോൾ അത് കർഷകരുണ്ടാവണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇപ്പോഴേ ഫീൽഡിൽ വന്ന്, അതായത് കൃഷിയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിക്കുകയും അതിനെക്കുറിച്ച് പറ്റി പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോഴാണ് കുട്ടികൾക്കൊരു ബോധം ഉണ്ടാകുന്നത്. ചെയ്യണം, അങ്ങനെ വേണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.